എന്താണ് മെസ്മറിസം? ഈ വാക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. മെസ്മറിസം. ഇനി മലയാളത്തിലേക്ക് നമ്മൾ അതിനൊന്ന് തർജ്ജിമ ചെയ്യുവാൻ നോക്കിക്കഴിഞ്ഞാൽ മാസ്മരികത എന്നൊക്കെ പറയും. മെസ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണ്ടുപിടുത്തമായത് കാരണം നമ്മൾ അതിനെ മെസ്മറിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ ഹിപ്നോട്ടിസവും മെസ്മറിസവും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെസ്മറിസത്തിൻ്റെ ആരംഭത്തോടു കൂടിയിട്ടാണ് പിന്നീടത് മാറി 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 നമ്മൾ ഹിപ്നോട്ടിസം എന്ന ഒരു വാക്കിലേക്ക് വരുന്നത്. അപ്പം മെസ്മറിസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹിപ്നോട്ടിസം നമുക്ക് വളരെ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ വാക്കുകൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ ഫലമായിട്ട് ഒരു വ്യക്തിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മൾ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയായിട്ട് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ മെസ്മറിസത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സാധിക്കില്ല. കാരണം ഇതിനെ നമുക്കൊരു നോൺ വെർബൽ ഹിപ്നോസിസ് അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ ഒരു ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് മെസ്മറിസത്തിൽ പഠിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ അല്ലെങ്കിൽ മറ്റേത് ജീവിയുടെ എടുത്തു കഴിഞ്ഞാലും അവൻ്റെ ശരീരത്തിനപ്പുറത്തേക്ക് ആ ശരീരത്തിനെ ലൈവാക്കിയിട്ട് നിർത്തുന്ന അവൻ്റെ ജീവശക്തി അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ്, കുറച്ചുകൂടി സ്പിരിച്വൽ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, സോൾ ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ റൂഹ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെ മെസ്മർ ആനിമൽ മാഗ്നറ്റിസം എന്ന് വിളിച്ചു. ഇതെല്ലാ ജീവികളിലും ഉണ്ടെന്ന് മെസ്മർ തിരിച്ചറിഞ്ഞു. ആ ശക്തിയെ വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ഫ്ലോയെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫ്ലോയെ, ഇതിൻ്റെ ഒഴുക്കിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ സംഭവിക്കുന്ന മാറ്റം സാധാരണയായിട്ട് 3 ശക്തികളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ജ്ഞാനശക്തി, ഇച്ഛാശക്തി, കർമ്മശക്തി. പലപ്പോഴും നമുക്ക് കർമ്മശക്തി മാത്രമേ ഉള്ളൂ, ജ്ഞാനശക്തിയുമില്ല, ഇച്ഛാശക്തിയുമില്ല. ചിലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് ജ്ഞാനശക്തിയുണ്ട്, അവർ കർമ്മശക്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ കർമ്മം വിജയിക്കില്ല. അപ്പോൾ ജ്ഞാനത്തിൽ കൂടി ലഭിക്കുന്ന ശക്തിയെ ഇച്ഛാശക്തി കൊണ്ട് ഒന്നുകൂടി ആളിക്കത്തിച്ച് കർമ്മശക്തിയിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വെറും പണമുണ്ടാക്കൽ മാത്രമാണ് എന്നൊന്നും നിങ്ങൾ ധരിച്ചേക്കരുത്. ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമ്മൾ പണം ഉണ്ടാക്കുന്നതും റിലേഷൻസ് ഉണ്ടാക്കുന്നതും എല്ലാം ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നത് ആത്യന്തികമായിട്ടും അവന് ഇന്നർ ഹാപ്പിനെസ്, അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാത്തിൻ്റെയും ലക്ഷ്യം സന്തോഷമാണെങ്കിൽ ആ സന്തോഷം നമുക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ടെങ്കിലോ, ഏത് പ്രശ്നത്തിനിടയിൽ ലഭിക്കുന്നുണ്ടെങ്കിലോ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ ആ മഹാശക്തിയെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ഇത് മെസ്മറിസത്തിൽ സാധ്യമാണ്. അങ്ങനെ സ്വയം നമ്മുടെ പ്രാണശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സോളിനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് ആ എനർജിയെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് നമ്മളതിനെ മെസ്മറിസത്തിൽ പാസുകൾ എന്ന് വിളിക്കും. അങ്ങനെ പാസ് കൊടുത്തുകൊണ്ട് നമ്മളിലെ ആ ശക്തിയെ മറ്റുള്ള വ്യക്തികളിലേക്ക് പകർന്ന് അവരുടെ പ്രാണശക്തിയെ ബാലൻസ് ചെയ്യിച്ചുകൊണ്ട് അവരുടെ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ സാധിക്കുന്ന ഒരു മഹാവിദ്യയാണ് മെസ്മറിസം. പലപ്പോഴും ഇതൊരു കപടശാസ്ത്രമാണെന്ന് പറയുന്നത് ഇത് വ്യാഖ്യാനിക്കുന്നവരുടെ കുഴപ്പമാണ്. ഇതിനെ അന്ന് മെസ്മറിന്റെ കാലഘട്ടത്തിൽ മെസ്മറിന് ഇത്രയും ടെക്നോളജിയോ അല്ലെങ്കിൽ ഇത്രയും അറിവുകളോ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെ അറിവുകളും ഇന്നത്തെ ടെക്നോളജിയും വെച്ച് നമ്മൾ മെസ്മറിസത്തിനെ വിലയിരുത്തുകയാണെങ്കിൽ ഹിപ്നോട്ടിസവും മെസ്മറിസവും നമുക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായിട്ട് നമ്മളിലും നമ്മുടെ സമൂഹത്തിലും വളരെ വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്: നമ്മുടെ ഉള്ളിലെ ആ മഹാശക്തിയെ, സോൾ എന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന ശക്തിയെ നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യുകയാണ്. അങ്ങനെ ആ ശക്തിയെ ചില നമ്മുടെ ഉപാസനാക്രമങ്ങളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പല മെത്തേഡുകളിൽ കൂടിയും സമൂഹത്തിലേക്ക്, ലോകത്തിൻ്റെ ഏത് കൊണ്ടിരിക്കുന്ന ആളുകളെയും, മെസ്മറിസം എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളുകളെ മാത്രം എന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ലോകത്തിൻ്റെ ഏത് കൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടും നമുക്ക് ചിന്തയുടെ ശക്തിയാൽ, അതിൻ്റെ ശാസ്ത്രീയത എന്താണെന്നൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ വന്നാൽ മനസ്സിലാകും. ചിന്തയുടെ ശക്തി എത്രമാത്രമാണ്, ആ ചിന്താശക്തി കൊണ്ട് നമുക്ക് എങ്ങനെ ലോകത്തിനെ മാറ്റാം എന്നതൊക്കെ നമുക്ക് സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമുക്കറിയാം, ജപ്പാനിൽ ഏറ്റവും കൂടുതൽ പൊക്കം കുറഞ്ഞ ആളുകളുള്ള ജപ്പാൻ, ആ ജപ്പാൻ എന്തുകൊണ്ടാണ് ഒരു സമൂഹം മുഴുവൻ പൊക്കം കുറഞ്ഞു പോയത്? അതിനെ പിറകിലെ ശാസ്ത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ബോൺസായി എന്ന് പറഞ്ഞൊരു ടെക്നോളജി,
എല്ലാത്തിനെയും ഷോർട്ടാക്കി വെക്കുന്ന ടെക്നോളജി, വലിയ മരത്തിനെ ഷോർട്ട് ചെയ്ത് റൂമിൽ വെക്കുക, ആ ടെക്നോളജി കൊണ്ടുവന്നത് തൊട്ട് അതെല്ലാവരുടെയും മനസ്സിലേക്ക് ചിന്താധാരയായിട്ട് പോയപ്പോൾ ഓരോ പ്രഗ്നൻസിയിൽ കൂടിയും പിറക്കുന്ന കുഞ്ഞുങ്ങളും പൊക്കമില്ലാത്തവരായിട്ട് മാറി. ചിന്തകളുടെ സ്വാധീന ശക്തി വളരെ വലുതാണ്. ആ ചിന്തകളെ ഒരു ഡയറക്ഷനിലേക്ക് കടത്തിവിട്ട് വിവിധ മെത്തേഡുകളിൽ കൂടി, പാസ് എന്ന് പറയുന്ന മെത്തേഡുകളും ഗെയ്സിങ്, സൂക്ഷ്മദൃഷ്ടി പ്രയോഗം എന്ന് പറയും, ഗെയ്സിങ് എന്ന് പറയുന്ന മെത്തേഡുകളും, അതുപോലെ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ശക്തിയെ മറ്റുള്ള വ്യക്തിയിലേക്ക് പാസ് ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളിൽ വലിയ മാറ്റം ക്രിയേറ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വലിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യുവാനും നമുക്ക് മെസ്മറിസത്തിൽ കൂടി സാധിക്കണം. അപ്പോൾ അതാണ് മെസ്മറിസത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇത് കപടശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് മുൻപേ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നമ്മൾ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ വന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് വളരെ വലിയ മണ്ടത്തരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുൻവിധികളില്ലാതെ മെസ്മറിസം പഠിക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടുന്നതായിരിക്കും. നമസ്കാരം.